സംസാരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തൊക്കെയത് പറയണ്ടേ അതുപോലെ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഈ വീഡിയോ കുറച്ച് ബോറിംഗ് ആവാൻ സാധ്യതയുണ്ട്. വേറൊന്നുമല്ല, ഇതിൽ കംപ്ലീറ്റ് ഞാൻ വർത്തമാനമാണ്. സോ അത് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ച് ഓവറായിട്ട് സംസാരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവും. എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. ഇത് ഭയങ്കര വെരി ക്ലോസ് ടു മൈ ഹാർട്ട് നിൽക്കുന്ന ഒരു വ്ളോഗായിരിക്കും. അപ്പം നമുക്ക് പോവാം. കണ്ണാ ഓക്കെ വാ. അപ്പോൾ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഞാനിപ്പോൾ ഈ റൂമിലാണ് താമസിക്കുന്നത്. നമ്മുടെ കോളേജിന് അടുത്ത് തന്നെയായിരുന്നു. നേരത്തെ നമ്മൾ യൂഷ്വലി ഞാൻ എല്ലാ ഷോർട്സിലും പറയുന്ന കാര്യം തന്നെ, നമ്മൾ നേരത്തെ ഒരു ക്രൗഡിലായിരുന്നു. അവിടെ നിന്ന് എനിക്ക് ആ ക്രൗഡ് പറ്റാഞ്ഞിട്ട്, ശരിക്കും എനിക്ക് ആ പറ്റാഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തത്. സോ നമ്മൾ സിംഗിൾ റൂം എടുത്ത് മാറി. അങ്ങനെ ഇവിടെ വന്ന് ചേർന്നു ഞാൻ. ഇത് ആക്ച്വലി OLX ത്രൂ കിട്ടിയൊരു വീടായിരുന്നു. ഇവിടെ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് കൂട്ടെന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ ഓക്കെ എനിക്കിവിടെ ഏറ്റവും എൻ്റെ ലൈഫിൽ ഞാൻ നിന്നതിൽ വെച്ചിട്ട് ഒരുപക്ഷെ എൻ്റെ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ഇതായിരിക്കും, ഈ ഒരു വീടായിരിക്കും. ഇത് ആക്ച്വലി ഒരു വീടാണ്, കാരണം ഇവിടെ ഒരു അമ്മയുണ്ട്. എന്തായാലും ഈ വീട്ടിലും എനിക്ക് അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇനി കുറച്ച് ഫിലോസഫിയിലേക്ക് കിടക്കാം. ഫിലോസഫി എന്നല്ലേ പറഞ്ഞത്, അതിന് എന്തായാലും നമ്മളൊരു പോയിന്റിലെത്തുമ്പോൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആവണമെന്ന് ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിച്ച ഒരാളാണ് ഞാനും. സോ എനിക്ക് ഒരു പറ്റം ക്രൗഡിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ഭയങ്കര സഫോക്കേറ്റഡ് ആയിരുന്നു. ചില റീസണാൽ ഞാൻ ഭയങ്കര സഫോക്കേറ്റഡ് ആയിരുന്നു. അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ഓരോ സിറ്റുവേഷൻസും എല്ലാവരും ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതും ഒരേപോലെ ആവണമെന്നില്ല. എനിക്കിപ്പോൾ സഫോക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം ഒരാൾക്ക് എൻജോയ്മെൻ്റ് ആവാം, മനസ്സിലായോ? അങ്ങനെ എനിക്ക് പക്ഷേ ഒരു സഫോക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഓരോ ഇൻഡിവിജ്വൽസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും അവരോടില്ല. എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ആ ഒരു സറൗണ്ടിങ്സ് എന്നെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് നിർത്തുന്ന എനിക്ക് ഫീൽ ചെയ്തു. ആ ടൈമിലാണ് ഞാൻ മാറാൻ. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ കൊച്ചി കണ്ടത് അവരുടെ കൂടെ നിന്നപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ കൊച്ചി എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കുന്നത്, എനിക്ക് കൊച്ചി ഇഷ്ടമേ അല്ല. ഭയങ്കര റഷാണ്, ആൾക്കാരും ഭയങ്കര റഷാണ്. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണ്. ഈ സ്നേഹത്തിനും ഒന്നും ഒരു വാല്യൂയും കൊടുക്കാത്ത കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. വളരെ കുറച്ച് ആളുകൾ. പക്ഷെ നല്ല മനസ്സുള്ള കുറേ ആളുകൾ ഇവിടെ ഉണ്ട്. സോ കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്റ്റുഡൻസ് വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറയുന്ന കറക്റ്റാണ്, ചീത്തയാവേണ്ടവന് ചീത്തയാവാം, നല്ലതാവേണ്ടവന് നല്ലതാവാം. അത് രണ്ടും ഇവിടെ കിട്ടും. സോ അതാണ് എനിക്ക് റഷ്നെസ് പറ്റത്തില്ല. എല്ലാവർക്കും അവരവരുടെ ഇമോഷൻസ് മാത്രം നോക്കുക, കൂടെ നിൽക്കുന്ന ആളെ മൈൻഡ് ചെയ്യാണ്ട് പോവുക. അങ്ങനെ കുറേ ആളുകളാണ് ഇവിടെ ഉള്ളത്. ആൻഡ് ദെൻ വിക്ടിമായിട്ട് ആക്ട് ചെയ്യുക. സോ ഇതാണ് മെയിൻലി ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഞാൻ ഭയങ്കരമായിട്ട് സംസാരിച്ച പ്രശ്നം ഇങ്ങനെ പറഞ്ഞു പോകും. എന്തായാലും ഞാൻ ഈ വീട്ടിലെത്തിയപ്പോൾ എനിക്കതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഞാൻ ഒരു പറ്റ ആളുകളിൽ ഭയങ്കര ക്ലോസ്ഡ് ആയിരുന്നു. അവരോട് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ പെട്ടെന്നൊരു സിംഗിൾ റൂമിലേക്ക് മാറിയ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് ഈ ഒരു സൈലൻസ് പറ്റത്തില്ല. എനിക്ക് എപ്പോഴും അലച്ചലച്ചിരിക്കണം. അതുകൊണ്ട് പക്ഷെ എനിക്ക് സൈലൻസ് ഒട്ടും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു 2-3 വീക്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. കാര്യം എനിക്ക് അത്രയും ക്രൗഡിൽ നിന്ന്, അത്രയും സഫോക്കേഷനിൽ നിന്ന് ഞാനൊരു പീസ്ഫുൾ ലൈഫിലേക്ക് വരാൻ കാര്യം ഈ ഒരു വീടാണ്. ഇവിടുത്തെ അമ്മ പറയാതെ വയ്യ. കാര്യം എനിക്ക് ഒരുപാട് ചീത്ത സ്വഭാവങ്ങളുണ്ടായിരുന്നു, ഒരുപാട്. അതിലെല്ലാം ഒന്നും എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുറേയൊക്കെ മാറ്റാൻ എനിക്ക് ഈ വീട്ടിൽ വന്നതിന് ശേഷം പറ്റിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ഇവിടെ ഒരു അമ്മയുള്ളതാണ്. അടിപൊളിയാണ്. ഞങ്ങൾ തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ വായ്ത്താളങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്, ജസ്റ്റ് ചെറുതായിട്ടൊക്കെ. അമ്മയല്ലേ, അപ്പോൾ നമ്മുടെ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ട് തന്നെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചില കാര്യങ്ങളിൽ വരത്തില്ല. പക്ഷെ എല്ലാം കൊണ്ടും അമ്മ അടിപൊളിയാണ്. എന്നെ പഠിപ്പിക്കും, എനിക്ക് ഫുഡായാലും എൻ്റെ ഓരോ കാര്യങ്ങൾക്കും പുള്ളിക്കാരി ഇടുന്ന എഫേർട്ട് പറയാതെ പറ്റില്ല. അത്രയ്ക്ക് അടിപൊളിയാണ് പുള്ളിക്കാരി. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അമ്മ. ആൻഡ് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ആ അമ്മയെ നന്നായിട്ട് മിസ് ചെയ്യും. ആൻഡ് ഈ റൂം എനിക്ക് ഭയങ്കര ഒരു വെരി ക്ലോസ് ടു ഹേർട്ടിൽ നിൽക്കുന്ന ഒരു റൂമാണ്. കാര്യം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാം എനിക്കിഷ്ടമാണ്. ഇവിടുത്തെ പൊടി വരെ എനിക്കിഷ്ടമാണ് ഗൈസ്. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആളുകളില്ല. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നമുക്ക് കുറച്ച് സഫോക്കേറ്റ്, നമ്മൾ കുറച്ച് ലൈഫിൽ പ്രസ്സായിരിക്കുന്ന സമയത്ത് നിങ്ങൾ സിംഗിൾ റൂം എടുത്ത്
മാറുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാര്യം നമ്മളെ ലൈഫിൽ കുറേ റിയലൈസ് ചെയ്യും, കുറേ എന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാനുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യും. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന മെയിൻലി നമുക്ക് മനസ്സിലാവും. കാര്യം ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. ആ ടൈമിൽ നമുക്ക് വേണ്ടി സമയം കിട്ടുന്ന ഒരാളെങ്കിലും ഉണ്ടാവും, ഒറ്റ ഒരാളെങ്കിലും. സത്യം, എല്ലാവരും ഉണ്ടാവണമെന്നില്ല. നമ്മൾ പറയാം എന്തായാലും അവൾ എന്നെ വിളിക്കും, എന്തായാലും അവൻ എന്നെ വിളിക്കും. ഇല്ല, ആരും വിളിക്കാൻ പോകുന്നില്ല. പക്ഷെ 1-2 പേര് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും വിളിക്കാൻ. പിന്നെ മെയിൻലി ഫാമിലി. എന്ത് കാര്യം ഉണ്ടായാലും അവർ നിങ്ങളുടെ കൂടെ കാണും എപ്പോഴും. സോ നിങ്ങൾ കുറച്ച് ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല, അല്ലെങ്കിൽ കുറച്ച് ആളുകളായിട്ട് നിങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇതാണ് റിയൽ ഫാക്റ്റ് എന്ന് പറയുന്നത്. കുറച്ച് 1-2 പേരും നിങ്ങളുടെ ഫാമിലി എന്ന് പറയുമ്പോൾ ഫാമിലി മൊത്തത്തിലല്ല, അമ്മ അച്ഛൻ സിബ്ലിങ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ. പിന്നെ നമ്മൾ ഒട്ടും കൺസിഡർ ചെയ്യാത്ത കുറേ ആളുകളുണ്ട്. നമ്മൾ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്ത കുറേ ആളുണ്ട്. കുറച്ച് ടോക്സിസിറ്റിയിലേക്ക് നമ്മൾ പോയി പെടാൻ വേണ്ടിയിട്ട് കുറേ നല്ല ഫ്രണ്ട്ഷിപ്പ് കളഞ്ഞ ഒരാളാണ് ഞാൻ. കാര്യം എനിക്ക് ഒത്തിരി നല്ല, അതിലൊരാളാണ് കൈലാസ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവൻ എപ്പോഴും എന്നെ വിളിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യും. ലൈക്ക് ഇഗ്നോറിങ് മനഃപൂർവ്വം അല്ല, ഞാൻ ആ ഒരു വൈബിൽ നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യും. സോ ഇവിടെ വന്നിട്ടൊക്കെ എൻ്റെ കൂടെ ആരും നല്ല രീതിക്ക് നിൽക്കുമെന്നും. ആൻഡ് തൃഷ പറയാതെ പറ്റില്ല, അപ്പുക്കുട്ടൻ, തസ്നി, ഗായത്രി, ഇനിയിപ്പോൾ തിരിച്ചു പറയും, ഗായത്രി, തസ്നി, അപ്പുക്കുട്ടൻ, തൃഷ. കാര്യം ഇവർക്ക് പിണക്കം ഉണ്ടാവും ആദ്യം 6 പേര് പറഞ്ഞു വെച്ചിട്ട്. അപ്പോൾ അവരൊക്കെ, അമ്മ, ചേച്ചി, എല്ലാവരും പിന്നെ ആജിത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവനും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചില ആളുകൾ, ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകളൊന്നും, ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് ആളുകളൊന്നും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഒരുപാടെന്ന് പറയാൻ പറ്റില്ല, ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളും. സോ എനിക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റി. ആളുകളെ മനസ്സിലാക്കാൻ കുറേ ഈ വീട് ഈ റൂം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആളുകളെ മനസ്സിലാക്കാൻ, ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ ഈ വീട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഉപരി എന്നെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. ഇത് ക്ലീശ ഡയലോഗല്ല, അങ്ങനെ വിചാരിക്കില്ല. ശരിക്കും നമുക്ക് നമ്മളെ മനസ്സിലാവും. നമുക്ക് എന്താ ആവശ്യങ്ങൾ, നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമുക്ക് എന്തൊക്കെ ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റും. ആൻഡ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ലൈഫിൻ്റെ പോക്ക്, ഇറ്റ്സ് അൺപ്രെഡിക്റ്റബിൾ ആണ്. സോ അതിനൊക്കെ ഞാൻ പറയും, എല്ലാവരോടും ഞാൻ പറയും, ഒരിക്കലെങ്കിലും ലൈഫിൽ സിംഗിൾ റൂം എടുത്ത് മാറണം. വിതൗട്ട് നിങ്ങളുടെ പേരൻസ്, വിതൗട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ്, എല്ലാവരും, നിങ്ങൾ മാത്രം, നിങ്ങളും നിങ്ങളുടെ ആ ഒരു ചുറ്റുപാടും മാത്രമായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിക്കണം. കാര്യം അത് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. ഒരു ലൈഫിൽ നമ്മൾ എപ്പോഴും ഒരിക്കലെങ്കിലും നമുക്കൊരു അവസരം കിട്ടി ഇങ്ങനെ ചെയ്യണം. കാര്യം കുറേ അസുഖങ്ങൾ നമുക്ക് ചിലപ്പോൾ വരും. കുറേ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അതിനെ വലുതാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ആൻസൈറ്റി പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഒറ്റയ്ക്ക് ഈ സൈലൻസ്, എനിക്ക് ബേസിക്കലി സൈലൻസ് എനിക്ക് ഒട്ടും പറ്റത്തില്ല. കിരുകിരുകിര ഈ ഒരു സൗണ്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷെ ചില സമയത്ത് ആ സൗണ്ട് ഉണ്ടല്ലോ ഭയങ്കര ഹീലിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. എനിക്ക് ആദ്യം വന്ന സമയങ്ങളിൽ ആ സൗണ്ട് എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം, പീസ്, അടിപൊളിയാണ്. സോ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇത്രയൊന്നും വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ലായിരുന്നു ഈ വീഡിയോ. പിന്നെ നിങ്ങളോടല്ലാണ്ട് ഞാൻ ആരോട് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാം, അതുകൊണ്ട് ഷെയർ ചെയ്തു. എന്തായാലും നമ്മൾ ഈ വീഡിയോൻ്റെ പിന്നിലെ ഉദ്ദേശം, ഈ സിംഗിൾ റൂം ഞാൻ എടുത്തുകൊണ്ട് മാറ്റിയപ്പോഴും എല്ലാം തെറ്റാണല്ലോ പറയുന്നത്. ഈ സിംഗിൾ റൂം നമ്മൾ എടുത്തപ്പോൾ എനിക്ക് ഇതിൽ എന്താണ് സിംഗിൾ റൂമിൻ്റെ ബെനഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ റൂമിനെ പറ്റി, ഈ വീടിനെ പറ്റി, ഇവിടുത്തെ അമ്മയെ പറ്റി, ഇവിടുത്തെ സറൗണ്ടിങ്സിനെ പറ്റി ഒക്കെ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര, ഇത് ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ കരുതിയില്ല ഇത്രയും പെട്ടെന്ന് എനിക്കിവിടുന്ന് മാറേണ്ടി വരുമെന്ന്. ആൻഡ് കേസ് ഇതെൻ്റെ ലാസ്റ്റ് നൈറ്റാണ് ഈ റൂമിൽ. സോ ഞാനിവിടുന്ന് മാറുകയാണ്. സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച്. കാര്യം എനിക്ക് കുറേ ഈ റൂം മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഒരുപാട്. എന്നാൽ ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇമോഷണൽ ആവുന്നു ഞാൻ. ആരൊക്കെ കൂടെ നിൽക്കും, ആരൊക്കെ കൂടെ നിൽക്കില്ല, ലൈഫിൽ എങ്ങനെ ജീവിക്കണം, ലൈക്ക് കുറേ കാര്യങ്ങൾ എന്നെ ഈ റൂം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. പിന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നു, എനിക്ക് വീഡിയോസ് അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് പോകുമെന്ന് ഞാൻ പോലും കരുതിയില്ല. എങ്ങനെയൊക്കെ പോയാലും ഒരു 1 ഇയറെങ്കിലും ഇവിടെ കാണും, ഇവിടെ നിൽക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയാം.
ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിൽ നമുക്ക് ഹേർട്ടായി കഴിഞ്ഞാൽ നമ്മളെ ഹീൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ നേച്ചറായിരിക്കും, ഇല്ലെങ്കിൽ ഒരു പേഴ്സണായിരിക്കാം, എങ്കിൽ ഒരു കൂട്ടം പേഴ്സൺസ് ആയിരിക്കാം. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഈ റൂമാണ് ശരിക്കും എന്നെ ഒരുപാട് ഹീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വേസ്റ്റായിട്ടെന്ന സിറ്റുവേഷനിൽ എന്നത് ഇങ്ങനെ പിടിച്ചത് ഈ റൂമാണ്. കാര്യം ഇത് അടിപൊളിയാണ് ഈ റൂം എന്ന് വെച്ചിട്ട് എനിക്ക് കിട്ടിയ വൈബ് ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് കിട്ടണമെന്നില്ല. ഞാനിവിടെ ശരിക്കും എൻ്റേതായ വൈബ് ഉണ്ടാക്കിയെടുക്കുക ചെയ്തിരുന്നത് കേട്ടോ. ആൻഡ് ഈ വീട് OLXൽ ഇപ്പോൾ കിടപ്പില്ല. ഇനി ഈ വീട് ആർക്കും റെൻറ്റിനും കൊടുക്കുന്നില്ല. കാര്യം ഇവിടെ അമ്മയ്ക്ക് കൂട്ടം എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. സോ ഇവിടെ ആൻറ്റി വന്ന് നിൽക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇവിടെ റൂം ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങോട്ട് വരരുത്. വേറൊന്നുമല്ല, കുറേ എൻ്റെ കോളേജിലെ കുട്ടികൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇവർ അങ്ങനെയൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. അപ്പം ഇവർ വിചാരിക്കും ഞാൻ പറഞ്ഞിട്ട് വരുന്നതാണ്. സോ അങ്ങനെ ആരും വരരുത്. ഇനി ഇത് കൊടുക്കുന്നില്ല ഈ റൂം. സോ എന്നിൽ നിന്നും ഞാനോടുകൂടി ഇവിടുത്തെ പേയിങ് ഗസ്റ്റ്, ഞാനാണ് ആദ്യമായിട്ട് ഇവിടെ നിൽക്കുന്ന പേയിങ് ഗസ്റ്റ്. ആൻഡ് ഐ തിങ്ക് ഞാനായിരിക്കും അവസാനമായിട്ട് നിൽക്കുന്ന പേയിങ് ഗസ്റ്റ്. അത് ഞാൻ ചെയ്ത കുറ്റത്തിൻ്റെ പേരിലൊന്നുമല്ല കേട്ടോ. അവർക്ക് ബുദ്ധിമുട്ടാണ്, അമ്മയ്ക്ക് പ്രായമുള്ള അമ്മയാണ്. അപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ടുമല്ല ഞാൻ മാറുന്നത്, നിങ്ങൾ അങ്ങനെയും തെറ്റിദ്ധരിക്കില്ല. വേറൊരു വെരി പേഴ്സണൽ ഇഷ്യൂ കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് മാറുന്നത്. അമ്മയ്ക്ക് സ്നേഹം മാത്രം. ഇവിടെ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാം, ലേറ്റസ്റ്റ് വ്ളോഗിൽ ഞാൻ ഒരു സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തതുകൊണ്ട് പോയി കാണാം. ബിക്കോസ് ഓഫ് അതിലുള്ള കുറച്ച് റീസണിൻ്റെ പുറത്തായിരിക്കും ഞാൻ ഇവിടുന്ന് മാറുന്നത്. ഓക്കെ, നിങ്ങൾ ഗസ് ചെയ്തോ. എന്തായാലും ഈ റൂം അടിപൊളിയായിരുന്നു. ഞാൻ ഒരുപാട് മിസ് ചെയ്യും ഈ റൂമിനെ, ഇവിടുത്തെ ഓരോന്നും എല്ലാം. അപ്പോൾ നമുക്ക് ഇന്ന് ഷിഫ്റ്റിങ്ങിലേക്ക് കിടക്കാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഓർഗനൈസിങ് മൈ ന്യൂ റൂം എന്ന് പറഞ്ഞിട്ട വീഡിയോ. ആൻഡ് ഇപ്പോൾ ഞാൻ ആ ന്യൂ റൂമിൽ നിന്നും വേക്കേറ്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർഗനൈസിങ് പാക്കപ്പ് ചെയ്യുന്ന വീഡിയോ കാണാം. സോ ലെറ്റ്സ് ഗോ. നമുക്ക് അടുക്കാം. അത് മുഴുവൻ കേസ്. അയ്യോ, അപ്പോൾ കുറേ ഉണ്ടല്ലോ. അയ്യോ, ഐ സ്റ്റിൽ ഓർക്കുന്നുണ്ട്, ഞാൻ വന്ന ദിവസവും എനിക്ക് ഫ്രൈഡ് റൈസ് ആയിരുന്നു. എനിക്കെല്ലാം ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നു. മേ ബി ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടോ എന്നുള്ള കാര്യം റിയലൈസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഞാൻ വന്ന ദിവസമായിട്ട് ഇതിനൊക്കെ കണക്ട് ചെയ്യുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അമ്മമ്മ ഇതൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു. നമ്മൾ ഓൾറെഡി നല്ല ലേറ്റായി എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ. നാളെ രാവിലെ നമുക്ക് പോകണം. സോ കുറേ ലേറ്റായി സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. എന്നാലും കുറച്ച് സാധനം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോ കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടാറ്റാ. ഹേ ഓൾ, ഗുഡ് മോർണിംഗ്. സോ ദേ എൻ്റെ കയ്യിൽ തന്ന പോലെ ഞാൻ ആ റൂമിനെ ആക്കിയിട്ടുണ്ട്. ഈ റൂമാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഡെക്കറേഷനിലൊക്കെ കണ്ടത്. നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റി. ഇനി കുറച്ച് ആ ബുക്സും ആ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളൂടെ ഉള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് ബാഗ് കൊണ്ടുപോയിക്കുവാണ്. അപ്പോൾ അവൾ തിരിച്ച് കൊണ്ടുവരും. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. എന്തായാലും ഒരു പുതിയ ലൈഫിലേക്കാണ് ഞാനിനി പോകാൻ പോകുന്നത്. അതെന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങളെ ഞാൻ എന്തായാലും വഴിയെ കാണിക്കുന്നതായിരിക്കും. സോ ഈ വീട്, ഈ TV, mainly that radio. Who is this? ഈ ടേബിൾ മെയിൻലി ദോശ കഴിക്കാം. ഉണ്ടാക്കിക്കോ. I will miss this ചൂട് ദോശ and ചമ്മന്തി. ചേട്ടാ കഴിച്ചോളൂ ഗൈസ്. And this
particular portion. അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം നമ്മളെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് കാണാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇതുങ്ങളെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാര്യം വേറൊന്നുമല്ല, ഞാൻ ഫുഡൊന്നും അങ്ങനെ കൊടുക്കലില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഒരു പീസിന് വേണ്ടിയിട്ടൊക്കെ ഇതുങ്ങളൊക്കെ എടുത്ത് വന്ന് ഇരിക്കാറുണ്ട്. പണ്ട് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമായിരുന്നു മീനെ വളർത്തുക എന്നുള്ളത്. എന്താ അവർ കൈ കൊണ്ടുവരുമ്പോഴേ ഞാൻ വല്ലതും കഴിക്കാൻ കൊണ്ടുവരുന്ന പോലെയാണ് ഇതിൻ്റെയൊക്കെ വാ തുറക്കുന്നുണ്ടോ തരാൻ വേണ്ടി. എൻ്റെ നിഴൽ കാണുമ്പോഴേ ഇങ്ങനെയാണ് ചെയ്യാറ്. കാര്യം അമ്മ എപ്പോഴും വന്നിട്ട് ഫുഡ് കൊടുക്കുമല്ലോ ഇങ്ങനെ വരുമ്പോഴത്തേനും. അപ്പോൾ എല്ലാവരെയും വിചാരം ഫുഡിന് വേണ്ടിയിട്ടാണ്. പാവം, എനിക്കിഷ്ടമാണ് ഇവരെയൊക്കെ ഭയങ്കരമായിട്ട്. കാര്യം ഇതൊക്കെ ഭയങ്കര, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഫീൽ ഗുഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ എൻ്റെ കയ്യിൽ തന്ന പോലെ തന്നെ ഞാൻ കീ അവരെ ഏൽപ്പിച്ചു. സാധനങ്ങളൊക്കെ നേഹയുടെ കാറിൽ ഗായത്രി നേഹയും വന്നിട്ടുണ്ടായി. ഇവിടെ നമ്മൾ നേരെ എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേഹയുടെയും ഗായത്രിയുടെയും അപ്പാർട്ട്മെൻറ്റിലേക്കാണ് തൽക്കാലത്തേക്ക് നിൽക്കുന്നത്. സോ അവിടെ നിന്ന് എങ്ങോട്ടാണെന്നുള്ളതൊക്കെ വഴിയേ പറയാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പോൾ ടാറ്റാ.